റിപ്പോർട്ടർ ചാനലിനെതിരെ കലിതുള്ളി CPM സൈബർ ഗ്രൂപ്പ് പോരാളി ഷാജി. CPM തള്ളിപ്പറഞ്ഞ സൈബർ ഗ്രൂപ്പുകൾ കലിയിളകി നിൽക്കുകയാണ്. അതിന്റെ കൂടെ ചാനലുകാരും വട്ടം കൂടുന്നതിൽ പൊട്ടിത്തെറിച്ച് പോരാളി ഗ്രൂപ്പ്. ചാനൽ നടത്തിയ ചർച്ചയിൽ പോരാളി ഷാജിക്കിട്ട് പണി കൊടുത്തിരുന്നു. വടകരയിലെ കാഫിർ പ്രയോഗം ഷാജി പേജിൽ നിന്നാണെന്ന ചർച്ച വന്നു. മാത്രമല്ല CPM സൈബർ ഗ്രൂപ്പുകൾക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വിഷയം ചർച്ച ചെയ്ത ചാനൽ പോരാളി ഷാജിയെ എടുത്ത് വിവാദത്തിലേക്ക് പിടിച്ചിട്ടു. സമനില തെറ്റി രംഗത്ത് വന്ന പോരാളി ഇടതനുകൂലിയായ നികേഷിനിട്ടും കൊടുത്തു. മുട്ടനാടുകളെ തമ്മിൽ തല്ലിച്ച് അവിടെ ഇറ്റുവീഴുന്ന ചോര നക്കിക്കുടിക്കുന്ന സ്വന്തമായി ഇര തേടാൻ ശേഷിയില്ലാത്ത ചെന്നായകളെ പറ്റിയുള്ള കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ അധപ്പതിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ TVയിലെ മാധ്യമ സംഘത്തിലെ ചിലർ. ചാനൽ റീച്ചിന് വേണ്ടി രാവിലെ തുടങ്ങി സ്വന്തം ഭാവനകൾ എരിവും പുളിയും കലർത്തി അടിച്ച് എയർ ചെയ്ത് വിടുകയാണ്. വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ സമാന സ്വഭാവവും മതസ്പർദ്ധ ഉളവാക്കാൻ കാരണമാകുന്ന പോസ്റ്റുകളോ നാളിതേവരെ 8 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഈ പേജിൽ നിർമ്മിക്കുകയോ ഷെയർ ചെയ്യപ്പെടുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾക്ക് അനുസൃതമായി അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത്രമാത്രം. നമ്മൾ രാഷ്ട്രീയം പറയും, വാഗ്വാദം നടത്തും, പിന്തുണയ്ക്കേണ്ടതിനെ പിന്തുണയ്ക്കും, വിമർശിക്കേണ്ടതിനെ പച്ചയ്ക്ക് തന്നെ വിമർശിക്കുകയും ചെയ്യും. അതിനപ്പുറം കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തമ്മിൽ തല്ലിക്കുന്ന മനുഷ്യന് ചേരാത്ത ഭീരുത്വം തരവഴിത്തരം കാണിക്കില്ല. ആരാണോ അത് ചെയ്തത് അവരെ അന്വേഷിച്ചു കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. അതുതന്നെയാണ് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. ഈ കാഫിർ വിഷയത്തിൽ വാർത്തയുടെ റീച്ചിന് വേണ്ടി നൈസായി മറ്റുള്ളവരുടെ കൂടെ ഒരു ഗുമ്മിന് വേണ്ടി പോരാളി ഷാജി എന്ന ഈ പേജിന്റെയും തലയും തുമ്പും കൂട്ടിച്ചേർത്ത് വാർത്ത കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അതുണ്ടാക്കിയവരെ ഈ കോലാഹലത്തിൽ സ്കൂട്ടാക്കി വിടാമെന്നുള്ള സൂത്രവും വേണ്ട മക്കളെ. എന്താണോ ഇത്രനാളും പറഞ്ഞത് അത് ഈ പേജിൽ തന്നെ ഉണ്ടാകും. ഏത് യുദ്ധം ചെയ്താലും അതിലൊരു മിനിമം എത്തിക്സും വളയാത്ത നട്ടെല്ലും ഇവിടെ ഈ പേജിനുണ്ട്. അല്ലാതെ 3 ജനസിലും പെടാത്ത പരിപാടി ഇവിടെ ഇല്ല. കേട്ടോ റിപ്പോർട്ടർ TVയിലെ ചോരക്കുടിയന്മാരെ. 900 പേജുകളിൽ നിന്ന് വരുന്ന പോസ്റ്ററുകൾ കണ്ട് ഇതേ പേജിന്റെ എംബ്ലത്തോടു കൂടി വരുന്നവയിൽ സംശയം ജനിപ്പിക്കുന്ന വസ്തുതയുണ്ടെങ്കിൽ നേരെ ഫേസ്ബുക്ക് സെർച്ച് ബാറിൽ പോകുക. മലയാളത്തിൽ പേജിന്റെ പേര് സെർച്ച് ചെയ്ത് 8 ലക്ഷത്തോളം ആളുകൾ ഫോളോ ചെയ്തു വരുന്ന യഥാർത്ഥ പേജ് ഇതുതന്നെയാണെന്ന് ഉറപ്പുവരുത്തി ആർക്കും പരിശോധിക്കാം. ഇതായിരുന്നു പോരാളി ഷാജി ഇട്ട പോസ്റ്റ്. എന്തായാലും കാഫിർ പ്രയോഗം ഇപ്പോൾ ഷാജിയുടെ തലയിൽ വെച്ച് കെട്ടി കൊടുത്തിരിക്കുകയാണ് റിപ്പോർട്ടർ. ഇടതനുകൂലിയായ നികേഷും കൂടി ചേർന്നുള്ള ചർച്ചയിലായിരുന്നു ഇത്തരത്തിൽ പോരാളിയെ കുടുക്കിയുള്ള ചർച്ച വന്നത്. അതാണ് പോരാളി ഷാജിയെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നികേഷിനെയും കൂടെയുള്ള കൂട്ടരെയും എല്ലാം വലിയ രീതിയിൽ വിമർശിക്കുകയും അവർക്കെതിരെ പൊട്ടിത്തെറിക്കുകയുമാണ് പോരാളി ഷാജി.